ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. 2000 ഫെബ്രുവരി 4 തൊട്ട് എല്ലാ വർഷവും അന്താരാഷ്ട്ര തലത്തിൽ ഈ ദിനം ആചരിക്കപ്പെടുന്നുണ്ട്. ക്യാൻസർ എന്ന മഹാമാരിയെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കാനും അതിൻ്റെ പ്രിവെൻഷൻ, അതുപോലെ കറക്റ്റ് സമയത്തുള്ള അതിൻ്റെ രോഗനിർണയം, അതുവഴി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പരമാവധി ക്യാൻസർ മരണങ്ങൾ കുറക്കാനൊക്കെയാണ് എല്ലാ രാജ്യങ്ങളിലും ഈ ദിനം ആചരിക്കപ്പെടുന്നത്. ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടാൻ വേണ്ടി ഞാനൊരു ചെറിയ കണക്ക് പറയാം. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ക്യാൻസർ റിസർച്ചിൻ്റെ കണക്കനുസരിച്ച് 2022 വന്ന കണക്കനുസരിച്ച് 20 മില്യൺ പുതിയ ക്യാൻസർ പേഷ്യൻസ് ആ ഒരു വർഷത്തിലുണ്ടായിരുന്നു. ഏകദേശം 9.7 മില്യൺ ക്യാൻസർ റിലേറ്റഡ് ഡെത്തുകൾ 2022 മാത്രം നടന്നിരുന്നു. അവർ പറയുന്നത് ഏകദേശം 2050 ആകുമ്പോഴേക്ക് 35.3 മില്യൺ ക്യാൻസർ കേസുകളും 18.5 മില്യൺ ക്യാൻസർ ഡെത്തുകളും ഇതേ രീതിയിൽ ക്യാൻസർ കേസുകൾ പോവുകയാണെങ്കിൽ ലോകത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്താണ് ക്യാൻസർ എന്ന് നോക്കാം. നമ്മുടെ മനസ്സിലേക്ക് ക്യാൻസർ എന്ന പദം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായി എന്താണ് ക്യാൻസർ? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്, സെല്ലുകൾ കൊണ്ടാണ്. ഈ സെല്ലുകൾ കൃത്യമായ ഇടവേളകളിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അവയുടെ എണ്ണം കൂടുന്നുണ്ട്. ഇങ്ങനെ അനിയന്ത്രിതമായി സെല്ലുകളുടെ വിഭജനം നടക്കുകയും അനിയന്ത്രിതമായി സെല്ലുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നതിന് പൊതുവിൽ പറയുന്ന പേരാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഒരു സെല്ല് 2 മാറുന്നു, അത് 3 മാറുന്നു, അങ്ങനെ എണ്ണം വർദ്ധിക്കുന്നു. അങ്ങനെ അതിൻ്റെ നമ്പർ കൂടുന്നതിന് ഹൈപ്പർപ്ലേഷ്യ എന്ന ഒരു മെഡിക്കൽ ടേമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഈ കോശങ്ങളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതിന് പൊതുവിൽ പറയുന്ന പേരാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്യാൻസറും ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്യാൻസർ 100 കണക്കിന് തരം വ്യത്യസ്ത ക്യാൻസറുകളുണ്ട്. പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ്, വർഗീകരണങ്ങൾ ഈ വിഷയത്തിലുണ്ട്. നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 തരം ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. അതിലൊന്നാമത്തത് ഏത് കലയിൽ നിന്നാണ്, ഏത് ടിഷ്യൂവിൽ നിന്നാണ് ഈ ക്യാൻസർ ഉത്ഭവിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതനുസരിച്ച് 5 or 6 ടൈപ്പ് ക്യാൻസറുകളുണ്ട്. അതിലേക്ക് വരാം. അതിലൊന്നാമത്തത് കാർസിനോമ എന്നതാണ്. കാർസിനോമ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ലൈനിങ്ങുകൾ, ഏതെങ്കിലും അവയവത്തിൻ്റെ ലൈനിങ്ങുകളിൽ നിന്നാണ് അതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ സ്കിന്ന് തൊലിയുടെ ഏറ്റവും പുറമേയുള്ള ആ ലൈനിങ്ങിൽ നിന്നും അവിടുത്തെ സെല്ലുകൾ, അവിടുത്തെ കോശങ്ങൾ കൂടുതൽ നമ്പർ കൂടി അങ്ങനെ ഒരു ക്യാൻസറായി മാറുകയാണെങ്കിൽ അതിനൊക്കെയാണ് കാർസിനോമ എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം നമ്മുടെ ലങ്സ് ക്യാൻസറാണ്, ശ്വാസകോശത്തിലെ ക്യാൻസറാണ്. അതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ്ങിൽ നിന്നും, ആ ലൈനിങ് സെല്ലുകളിൽ നിന്നും എപ്പിത്തീലിയം എന്ന് പറയും. ആ സെല്ലുകളുടെ എണ്ണം കൂടുമ്പോഴാണ് അത്തരത്തിലുള്ള ക്യാൻസറുകൾക്കാണ് കാർസിനോമ എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണമാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഞാൻ ഓരോന്നിൻ്റെയും കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ ടൈപ്പ്, ഇതിൻ്റെ കല ഏത് ടിഷ്യൂവിൽ നിന്നാണ്, ഏത് സെല്ലിൽ നിന്നാണ് വരുന്നത് എന്നനുസരിച്ചുള്ള ഈ ഒരു വർഗീകരണത്തിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് സാർക്കോമകളാണ്. സാർക്കോമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്ഭവം ഒന്നുകിൽ മസിലിൽ നിന്നാണ്, അതല്ലെങ്കിൽ ബോണുകളിൽ നിന്നാണ്. സാർക്കോമ എന്ന് പറയുമ്പോൾ ഒരു ബോണിൽ നിന്നും വരുന്ന ഒരു ക്യാൻസറസ് ഗ്രോത്ത്, അതല്ലെങ്കിൽ ഒരു മസിലിൽ നിന്നും വരുന്ന ക്യാൻസറസ് ഗ്രോത്തിനാണ് സാർക്കോമ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ലുക്കീമിയകളാണ്. ലുക്കീമിയകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്ഭവം അസ്ഥിമജ്ജയിൽ നിന്നാണ്, ബോൺ മാരോയിൽ നിന്നാണ്. ബോൺ മാരോയിലെ നമ്മുടെ രക്തകോശങ്ങളുണ്ട്, അവയുടെ ഉത്ഭവമുണ്ട്. ആ രക്തകോശങ്ങളുടെ എണ്ണം അനിയന്ത്രിതമായി വരുന്നതിനാണ് നമ്മൾ ലുക്കീമിയ എന്ന് പറയുന്നത്. അതിൽ തന്നെ പല തരത്തിലുള്ള ലുക്കീമിയകളുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. നാലാമത്തെ ടൈപ്പ് ലിംഫോമകളാണ്. ലിംഫോമകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള ലിംഫ് നോഡുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ക്യാൻസറുകൾക്ക് പറയുന്ന പേരാണ് ലിംഫോമ എന്ന് പറയുന്നത്. അതിൽ 5ാമത്തെ ടൈപ്പ് ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയൊക്കെ ട്യൂമറുകളാണ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെ ഉള്ളത് ന്യൂറോൺസാണ്, നെർവ് സെല്ലുകളാണ്. അതിൽ നിന്നും ഉത്ഭവിക്കുന്ന
ട്യൂമറുകളാണ് ഇതിലെ 5ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. അതിലെ മറ്റൊരു അവസാനത്തെ 6ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്ത കാർസിനോമയിലോ സാർക്കോമയിലോ ഇതിലൊന്നും പെടാത്ത മറ്റു ടൈപ്പുകളാണ്. അതിൻ്റെ ഒരു ഉദാഹരണം തൈറോയ്ഡ് ക്യാൻസറാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ക്യാൻസർ, ഓവറിൽ നിന്നും ഉത്ഭവിക്കുന്ന ക്യാൻസർ പോലത്തെ ഉദാഹരണങ്ങളാണ്. ഇതാണ് ഒരു തരത്തിലുള്ള വർഗീകരണം, വളരെ ലളിതമായി പറഞ്ഞാൽ. മറ്റൊരു വർഗീകരണമാണ് ക്യാൻസർ, ഒരു ട്യൂമർ ബിനൈൻ ആണോ മാലിഗ്നൻ്റ് ആണോ എന്നുള്ളത്. ഇതിൻ്റെ ഒരു അടിസ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത്, ബിനൈൻ ആയിട്ടുള്ള ഒരു ട്യൂമർ എവിടെയാണോ ആ പ്രശ്നമുള്ളത്, എവിടെയാണോ ഇത്തരം കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയുള്ളത്, അവിടെ തന്നെ അത് നിൽക്കും, അതിനപ്പുറത്തേക്ക് അത് സ്പ്രെഡാവില്ല എന്നുള്ളതാണ്. മാലിഗ്നൻ്റ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റിലാണ് ഒരു മാലിഗ്നൻ്റ് ക്യാൻസർ ഉള്ളതെങ്കിൽ അവിടുത്തെ അടിസ്ഥാന പ്രശ്നം, മൂലപ്രശ്നം ഉണ്ടാവുന്നത് ഈ ബ്രസ്റ്റിലുള്ള ഒരു കോശത്തിലാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക്, ശ്വാസകോശത്തിലേക്ക്, അസ്ഥിമജ്ജയിലേക്ക്, അതല്ലെങ്കിൽ ദൂരെയുള്ള ബ്രെയിനിലേക്ക്, ഇങ്ങനെ മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡാവുന്നതിനെ പകരുന്ന തരത്തിലുള്ള ക്യാൻസറുകളെയാണ് നമ്മൾ മലിഗ്നൻ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇതാണ് ബിനൈൻ ക്യാൻസറുകളും മലിഗ്നൻ്റ് ക്യാൻസറുകളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി എന്താണ് പൊതുവിൽ ക്യാൻസറുകളുടെ കാരണം എന്ന് നോക്കാം. ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനിയന്ത്രിതമായ സെല്ലുകളുടെ വിഭജനവും വളർച്ചയുമാണ്. അപ്പോൾ നോർമലി സാധാരണ രീതിയിൽ നമ്മുടെ സെല്ലുകളുടെ വിഭജനത്തിന് ഒരു നിയന്ത്രണം അവിടെയുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുവന്ന രക്താണുക്കൾ, ആർ ബി സികളുടെ ജീവിതം എന്ന് പറയുന്നത് ഏകദേശം 120 ദിവസമാണ്. 120 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ ബി സി ഡാമേജ് ആവുകയും ശരീരം ആ ഡാമേജായ ആർ ബി സികളെ പുറന്തള്ളുകയും ചെയ്യും. ഈ 120 ദിവസത്തിൽ കൂടുതൽ ആർ ബി സി ജീവിക്കുക, അതല്ലെങ്കിൽ ശരീരത്തിൽ അറ്റ് എ ടൈം ഉണ്ടാകുന്ന ആർ ബി സികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുക പോലത്തെ പ്രശ്നങ്ങളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഇങ്ങനെ ഓരോ കോശത്തിനും, ഓരോ തരം കോശങ്ങൾക്കും അവരുടെ വിഭജനത്തിനും അവയുടെ വളർച്ചയ്ക്കുമൊക്കെ നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് ക്യാൻസറായി മാറുന്നത്. അടിസ്ഥാനപരമായി മ്യൂട്ടേഷൻസാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ മ്യൂട്ടേഷൻസ് സംഭവിക്കാൻ വ്യത്യസ്ത കാരണങ്ങളുണ്ടാവാം. അതിലൊന്നാമത്തത് ജനിതകമായി തന്നെ മ്യൂട്ടേഷൻസ് വന്നതാവാം. മറ്റ് ഒരു കാരണം നമ്മുടെ എൻവിറോൺമെൻറ്റൽ കാരണങ്ങളാവാം, നമ്മുടെ ചുറ്റുപാടിലുള്ള സംഭവങ്ങളായിരിക്കാം. മറ്റൊന്ന് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം. വേറെ ഒന്ന് ഏതെങ്കിലും അണുബാധകളാവാം. ഏകദേശം ഉദാഹരണത്തിന് വേണ്ടി 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ചില മ്യൂട്ടേഷൻസ് നമ്മുടെ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പോകുന്ന തരത്തിലുള്ള മ്യൂട്ടേഷൻസ് ഉണ്ട്. ഒരു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ BRCA1 ജീൻ എന്നതും BRCA2 ജീൻ എന്നതും ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ പോലത്തെ ക്യാൻസറുകളെ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യാൻ സാധ്യതയുള്ള തരം ജീനുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു ജീൻ ഉണ്ടെങ്കിൽ 100% ആ ക്യാൻസർ വരും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ആകെ പറയാൻ സാധിക്കുന്നത് കൂടുതൽ അത്തരം ക്യാൻസർ വരാൻ അത്തരം ജീനുകളുള്ള ആളുകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അതനുസരിച്ച് സ്ക്രീനിങ്ങുമായൊക്കെ മുന്നോട്ട് പോയി കുറച്ചുകൂടി മുൻകരുതലുകൾ എടുക്കേണ്ടി വരും എന്നത് മാത്രമാണ്. മറ്റൊരു കാര്യമാണ് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യം. ഉദാഹരണമായി ചില ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ, ആസ്പെറ്റോസ് നിർമ്മാണം പോലുള്ള ജോലികൾ, അങ്ങനെയുള്ള ചില കെമിക്കൽസുമായി ബന്ധപ്പെട്ട ജോലികളുമായി നിരന്തരം ഏർപ്പെടുന്ന ആളുകൾക്ക് ഇത്തരം ക്യാൻസറുകൾ വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണ്. ചില ആളുകൾക്ക് ഒബേസിറ്റി കൂടുതലുള്ള, നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കൂടുതലുള്ള ആളുകൾക്ക് ചില ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്ഥിരമായി ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലിവറിൻ്റെ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരമായി പുകയില, ടൊബാക്കോ കൺസപ്ഷൻ ഉപയോഗം നടത്തുന്ന ആളുകൾക്ക് ശ്വാസകോശം അതല്ലെങ്കിൽ തൊണ്ടയിലൊക്കെയുള്ള ക്യാൻസറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ക്യാൻസറുകൾ ഉണ്ട് എന്നുള്ളതാണ്. മറ്റു കാരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചില അണുബാധകൾ ചില ക്യാൻസറുകൾക്ക് കാരണമാവാറുണ്ട്. ഉദാഹരണമായി ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമൊക്കെ ലിവർ ക്യാൻസറിൻ്റെ കാരണമാവാറുണ്ട്. മറ്റു എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന ഒരു വൈറസ് ഉണ്ട്, അതും ക്യാൻസർ ഉണ്ടാക്കുന്ന തരം അണുബാധകളെ ഉണ്ടാക്കുന്നൊരു വൈറസാണ്. മറ്റൊരു കാരണമാണ്
ഹോർമോണുകളുമായി ബന്ധപ്പെട്ടത്. ചില ഹോർമോണുകൾ ചികിത്സയ്ക്ക് വേണ്ടിയോ അല്ലാതെയോ കൂടുതലായി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ചിലതരം ക്യാൻസറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈസ്ട്രജൻ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലം ഒരാൾക്ക് ഈസ്ട്രജൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത അതിനൊരു ഉദാഹരണമാണ്. മറ്റൊരു കാരണമാണ് ശരീരത്തിൻ്റെ പ്രതിരോധം കുറയുന്ന തരത്തിലുള്ള അസുഖമുണ്ടാവുക എന്നുള്ളത്. ഉദാഹരണത്തിന് HIV, എയ്ഡ്സ് പോലെ അസുഖമുള്ള ആളുകൾക്ക് പലതരം ക്യാൻസറുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും പെടാത്ത, ഈ കാരണങ്ങളിലൊന്നും പെടാത്ത ഒരുപാട് കാരണങ്ങൾ പല സമയത്തും ഇതിൻ്റെ യഥാർത്ഥ റീസൺ പോലും മനസ്സിലാവാത്ത തരത്തിലുള്ള കാരണങ്ങളും ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ സ്പൊറാഡിക് എന്നോ സ്പോണ്ടേനിയസ് എന്നോ ഒക്കെയാണ് സാധാരണ പറയാറ്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതല്ലെങ്കിൽ എറ്റിയോളജീസ് എന്ന് പറയുന്നത്. ഇനി ക്യാൻസറുമായി ബന്ധപ്പെട്ട ചില മിത്തുകളെ നമുക്കിങ്ങനെ പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ മിത്ത് എന്ന് പറയുന്നത് എല്ലാ ക്യാൻസറുകളും ഒരു മുഴയാണ് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലേക്ക്, സാധാരണക്കാരനായ ഒരാളുടെ മനസ്സിലേക്ക് ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ മുഴ എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിലേക്ക് വരിക. അത് ശരിയല്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ലുക്കീമിയ, നമ്മുടെ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ അസ്ഥിമജ്ജയിലെ രക്തത്തിൻ്റെ കോശങ്ങൾ അതിൻ്റെ ഉൽപ്പാദന സമയത്ത് തന്നെ അതിൻ്റെ എണ്ണം വർദ്ധിച്ചുള്ള പ്രയാസങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. അവിടെ ഒരു മുഴ ഒരിക്കലും കാണാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാ ക്യാൻസറുകളും മുഴ ഉണ്ടാക്കുന്നതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ക്യാൻസറുകൾ മുഴ ഉണ്ടാക്കും, ചില ക്യാൻസറുകൾ മുഴ ഉണ്ടാക്കില്ല. അതിൻ്റെ മുഴ എന്നുള്ളത് എല്ലാ ക്യാൻസറിൻ്റെയും ലക്ഷണം അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തൊരു കാര്യമാണ്, ക്യാൻസർ ഏതൊരു ക്യാൻസറിനും സർജറിയാണ്, ഓപ്പറേഷൻ ആണ് അതിൻ്റെ മെയിൻ ചികിത്സ എന്നുള്ളത്. എല്ലാ ക്യാൻസറിനും ഓപ്പറേഷൻ വേണ്ടതില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ക്യാൻസറിൻ്റെയും ഏതാണ് അതിൻ്റെ ടൈപ്പ്, അത് എന്താണ് അതിൻ്റെ ഒരു തീവ്രത, എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ, അതിനെ നാം ബയോപ്സിക്ക് അയച്ചിട്ട് അതിൻ്റെ കൃത്യമായ കോശങ്ങളും കലകളും ഒക്കെ പഠിച്ച് അതനുസരിച്ചാണ് അതിൻ്റെ ചികിത്സ നാം നിർണ്ണയിക്കുന്നത്. തീർച്ചയായിട്ടും ക്യാൻസറുകളുടെ ചികിത്സയിൽപ്പെട്ട ഒരു ചികിത്സയാണ് സർജറി എന്നുള്ളത്, മറ്റൊരു ചികിത്സയാണ് കീമോതെറാപ്പി എന്നുള്ളത്, മറ്റൊരു ചികിത്സയാണ് റേഡിയോതെറാപ്പി എന്നുള്ളത്. ഇങ്ങനെ പല തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. എല്ലാ ക്യാൻസറിനും ഈ എല്ലാ ചികിത്സയും ഒരേപോലെ അല്ല നാം ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു അടിസ്ഥാന വിവരം ഈ വിഷയത്തിൽ നമുക്കുണ്ടാവണമെന്നുള്ളതാണ്. മറ്റൊരു മിത്താണ് ക്യാൻസർ സമം മരണമാണ് എന്നുള്ളത്. ഒരിക്കലുമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്യാൻസറിനെ തുടക്കത്തിലേ നാം കണ്ടുപിടിച്ച് വളരെ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് കൃത്യമായ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ക്യാൻസറുകളെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. മറ്റു ക്യാൻസർ ഇല്ലാത്ത ഒരാൾ ജീവിക്കുന്നത് പോലത്തെ ജീവിത ദൈർഘ്യത്തിലേക്ക്, ലൈഫ് എക്സ്പെക്റ്റൻസിയിലേക്ക് നമുക്ക് ഈ ക്യാൻസറുള്ള രോഗിയെയും നമുക്ക് വളരെ ഭംഗിയായി അദ്ദേഹത്തെ കൂടി നമുക്ക് കൂട്ടി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. കൃത്യസമയത്തുള്ള ഡയഗ്നോസിസ്, വളരെ കൃത്യമായിട്ടുള്ള ചികിത്സ എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു മിത്തെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതികളുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. പല ഭക്ഷണങ്ങളും ക്യാൻസർ ഉണ്ടാക്കും, നാം സാധാരണ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും കാർസിനോജനിക് ആണെന്നുള്ള ഒരു പ്രചാരണം നമുക്കിടയിലുണ്ട്. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കാർസിനോജനിക് ആയിട്ടുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, ചില കെമിക്കൽസ് അടങ്ങിയ ഭക്ഷണങ്ങളുണ്ട്. അവയെ കൃത്യമായി മനസ്സിലാക്കി അവ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചുരുക്കത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന പദം വളരെ ബ്രോഡായി ഉപയോഗിക്കപ്പെടുന്നൊരു പദമാണ്. അത് ഒരൊറ്റ അസുഖമല്ല, ഒരു അവസ്ഥ, ഒരു കണ്ടീഷനാണെന്ന് പറയാം. ഒരുപാട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി അവയുടെ എണ്ണം കൂടുന്ന, അതിനുശേഷം അവയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഓരോ അവയവത്തിനനുസരിച്ചും മാറി തന്നെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണത്. അപ്പോൾ ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, കൃത്യസമയത്ത് ഇങ്ങനൊരു ക്യാൻസർ നാം സംശയിക്കുകയാണെങ്കിൽ അതിൻ്റെ രോഗനിർണയവും ചികിത്സയും നേടി ഇതിനെ പരിഹരിക്കുക എന്ന രീതിയിലേക്കാണ് നമ്മൾ പോവേണ്ടത് എന്നുള്ളതാണ്.